വാഗേരിയിലേത് നരഭോജി കടുവ തന്നെ. നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കല്ലൂർക്കുന്നിൽ പശുവിനെ കൊന്നത് നരഭോജി കടുവ തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടല്ലൂരിലെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് 5 കിലോമീറ്റർ അകലെ ഞാറ്റാടിയിലും ഇറങ്ങിയത് എന്ന് കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ട്. വനംവകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കുകയും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രദേശത്തുള്ള വീടുകളെല്ലാം തന്നെ അവരുടെ ആലയിലടക്കം ലൈറ്റ് ഇടുവാനും ഈ കൂട് വെക്കുന്ന പരിസരം മാത്രം ലൈറ്റ് ഇടാതെ നോക്കുവാനും ഉള്ളൊരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി സുജിത്ത് അയ്യപ്പത്തുണ്ട്. സുജിത്ത്, ഇതിപ്പോൾ എത്ര ദിവസമാകുന്നു അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ആശങ്കയിൽ കഴിയാൻ തുടങ്ങിയിട്ട്? പരിഹാരമാകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കടുവ കാണാമറയത്ത് തന്നെ തുടരുന്നത്? വനംവകുപ്പ് ഒരുക്കുന്ന കെണിയുണ്ട്, ക്യാമറ ട്രാപ്പുണ്ട്, അങ്ങനെ എല്ലാം സജ്ജമാണല്ലോ സുജിത്ത്. പക്ഷെ അപ്പോഴും പിടിയിലാകുന്നില്ല. ജനങ്ങളുടെ ആശങ്ക തുടരുകയാണല്ലോ. ഉന്മേഷ, വാഗേരിയിലെ പ്രജീഷിൻ്റെ മരണം നടന്ന 9ാം നാളാണ് ഇന്ന്. ഏതാണ്ട് ഈ ഒരു സമയത്താണ് ആ വാർത്ത, ലോകത്തെ ഞെട്ടിച്ച ആ വാർത്ത പുറം ലോകത്ത് എത്തുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന സ്ഥിതി തന്നെയാണ് ഇവിടുത്തെ വയനാടൻ കർഷകരുടെ ഒരു പൊതുസ്ഥിതി. എന്തായാലും ഈ വാഗേരിയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കല്ലൂർക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്താണ് ഇന്നലെ രാത്രി അർദ്ധരാത്രിയിൽ കടുവ എത്തുകയും ഈ കുടുംബത്തിൻ്റെ ആശ്രയമായ ഒരു പശുവിനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. 5 മാസം ചെനയുള്ള പശുവായിരുന്നു. വാഗയിൽ സന്തോഷിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും ഉള്ള ഒപ്പം ഭാര്യയും 2 മക്കളുമുള്ള കുടുംബമാണ് സന്തോഷിൻ്റേത്. അദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പിതാവിന് കണ്ണ് കാണില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ പോലും കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണിത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 ആടുകളുണ്ട്. 15 ആടുകൾ ഉണ്ട്, ഒപ്പം തന്നെ 2 പശുക്കളുമുണ്ട്. അതിലെ ഒരു പശുവിനെയാണ് ഇന്നലെ രാത്രി ഈ കടുവ ഇവിടെ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അത് പിന്നീട് അതിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇവിടെ തന്നെ സ്ഥാപിച്ച ഒരു കെണിയിൽ വെച്ചുകൊണ്ട് ഉള്ളൊരു തന്ത്രമാണ് വനംവകുപ്പ് ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ തൊഴുത്താണ്, ഈ തൊഴുത്തിൻ്റെ സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ മറച്ചു കെട്ടി അത്തരത്തിലുള്ള നടപടികളിലേക്ക് സന്തോഷവും ഒപ്പമുള്ള നാട്ടുകാരും എല്ലാം ചേർന്ന് പോയിട്ടുണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുടെ മുഖത്ത് തന്നെയാണ് വയനാടൻ കർഷകരുടെ ജീവിതം തെളിയിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ. ചേട്ടാ, എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ ഒരു ആശങ്ക? എന്താണ് ഈ ആശങ്ക എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഇങ്ങനെയുള്ള കൃഷികളും ഇങ്ങനെ കർഷകരും കൃഷിക്കാരും ഒക്കെയാണ്. ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടെ ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്തൊരു നിവൃത്തിയായി. കാരണം ഇതിൽ ഏറ്റവും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 ദിവസമായിട്ടുള്ള അനാസ്ഥയുടെ ഒരു കൊടും തെളിവാണ് ഇന്നലെ ഈ പശുക്കിടാവിനെ ഇവിടെ കടുവ പിടിക്കാൻ കാരണമായത്. കാരണം ഈ 2 ദിവസം മുന്നേ കടുവയുടെ കാൽപ്പാടും കാഷ്ടമടക്കം കാണുകയും അവരെ വിളിച്ചറിയിക്കുക, അവർ വന്ന് കാൽപ്പാട് നോക്കിയത് കടുവയാണെന്നും എല്ലാം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടും ഇന്നലെ ഈ റൂട്ടിൽ അവർ വണ്ടിയിട്ട് കാവൽ നിന്നിട്ടും ഈ കൃഷിയെടുക്കാതെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കയറി പരിശോധിക്കാനോ ഒരു അന്വേഷണത്തിനോ ഒരു ക്യാമറ സ്ഥാപിക്കാനോ ഒന്നിനും ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനും തയ്യാറായിട്ടില്ല. ആ ഒരൊറ്റ അനാസ്ഥയാണ് ഇന്ന് രാവിലെ ഇവിടെ ജനങ്ങൾ കണ്ടത്. ഈ പശുക്കിടാവിനെ, 5 മാസം ചെനയുള്ള പശുക്കിടാവിനെ, കാരണം ഞങ്ങളുടെ ജീവിതമാണിത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വേറൊന്നും ഉണ്ടെങ്കിൽ ആരും ഈ ഇതിലേക്ക് മാറില്ല. സ്ഥലമുണ്ടെങ്കിൽ അതിൽ കൃഷിയെടുക്കാൻ കഴിയില്ല. കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനില്ല. കാരണം വന്യമൃഗങ്ങളുടെ ശല്യം അത്ര രൂക്ഷമായി. ഒന്ന് ഇറങ്ങി നടക്കാനോ ഒരു പറമ്പിലേക്ക് ഇറങ്ങാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷേ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഇല്ല. ഇന്നിപ്പോൾ അവരിവിടെ വന്നു, ഈ കടുവ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ പശുക്കിടാവിൻ്റെ ഇവിടെ 2 ക്യാമറ സ്ഥാപിച്ചു. അത് കഴിഞ്ഞപ്പോൾ രാവിലെ അവർ ആ ബോഡി നേരെ കൂട്ടിലാക്കി. കടുവ ഇന്ന് വരും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതിനെ പിടിക്കാനുള്ള സജ്ജീകരണം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 2 ദിവസം മുന്നേ ഇവരൊരു തിരച്ചിൽ നടത്തുമായിരുന്നെങ്കിൽ ഇവിടെ ഈ ചെറിയ കാടുകളിൽ പതുങ്ങിയിരുന്ന ഈ കടുവയെ ഇവർക്ക് കണ്ടെത്താമായിരുന്നു. ശരിക്കും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ജീവിതത്തെ ആശ്രയിച്ചാണല്ലേ മുന്നോട്ട് പോകുന്നത്? അതെ. ഈ ആടിനെയും കന്നാലിനെയൊക്കെ വളർത്തി ജീവിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ആ പ്രതീക്ഷയാണ് വലിയൊരു, അവരുടെ ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഇപ്പം നഷ്ടം വന്നിരിക്കുന്നത്.
ചെയ്ത് നെൽകൃഷിയൊന്നും ചെയ്ത് ജീവിക്കാൻ പറ്റിയില്ല, മൃഗങ്ങളുടെ ശല്യം കാരണം അതൊക്കെ നിർത്തി. ഇപ്പം ആടും കന്നാലി വളർത്തിയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇവർ പറയുന്നത് തന്നെ ഉന്മേഷിന് ബോധ്യപ്പെട്ടിരിക്കുമെന്നാണ് കരുതുന്നത്. കാരണം വയനാടൻ കർഷകരുടെ ജീവിതം ഈ വിധമാണ്. നെല്ലിട്ടാൽ അത് പന്നിയും മാനും എല്ലാം തന്നെ കുത്തി മലർത്തി തിന്ന് പോകുന്നൊരവസ്ഥ. പച്ചക്കറി വർഗ്ഗങ്ങളും ഇട്ടാൽ അത് അതും സമാനമായ രീതിയിൽ തന്നെ പന്നി കുത്തുന്ന അവസ്ഥ, ആന ഇറങ്ങുന്ന അവസ്ഥ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരിതം തന്നെയാണ് ഈ മേഖലയിലെ മനുഷ്യർക്ക് ഉള്ളത്. ഇതിനിടയിലാണ് ഒരു നരഭോജി കടുവയുടെ വരവ്. അത് പ്രജീഷ് എന്ന യുവ കർഷകൻ്റെ ജീവൻ കവർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആശങ്ക ഈ മേഖലയിലുണ്ട്. സന്തോഷ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് വനം വകുപ്പ് പറഞ്ഞിട്ടുള്ളത്? വനം വകുപ്പ് എന്തായാലും കൂട് വെച്ചല്ലോ. വൈകുന്നേരം അപ്പോൾ അതിനോട് ചോദിച്ചാൽ പശുവിന് തന്നെ തരുമോന്ന് കൂടുതൽ ഇടാൻ വേണ്ടി. അപ്പോൾ ഞാൻ എടുത്തോളാൻ പറഞ്ഞു. നമുക്കതിനോട് കാര്യമില്ലല്ലോ, കുഴിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ കടുകൂട് കൊണ്ട് കൊടുക്കോട്ടെ. അപ്പോൾ ഡോക്ടർ വന്നെല്ലാം കാര്യങ്ങൾ ചെയ്ത് പോയിട്ടുണ്ട്. നാളെ ഡോക്ടർ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറാണ് തീരുമാനിക്കാമെന്ന് പറഞ്ഞു നമുക്ക് എന്താ നഷ്ടപരിഹാരം തരേണ്ടതെന്ന്. ശരിക്കും 5 മാസം ചെനയുള്ള നല്ല പശു, നല്ല പശുവാണ്. എൻ്റെ അമ്മയ്ക്ക് 25 ലിറ്റർ പാലുണ്ട്. 25 ലിറ്റർ പാലുണ്ട് അമ്മയ്ക്ക്. നഷ്ടം നികത്താൻ പറ്റുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടിരുന്നല്ലേ. ജീവിക്കാനൊരു മാർഗം കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. ശരിക്കും അത്രമാത്രം ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച്. ഇത് ഒറ്റ സന്തോഷിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇവിടുത്തെ പലരുടെയും ജീവിതം ഈ വിധത്തിൽ തന്നെയാണ്. എന്തായാലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു നടപടി ഉണ്ടാകണം. കടുവ ഈ കെണിയിൽ കുടുങ്ങുമെന്നുള്ള പ്രതീക്ഷ ആളുകളെ സംബന്ധിച്ചുണ്ട്. അത്തരം പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലതരത്തിലുള്ള പരിശോധനയും അന്വേഷണവും എല്ലാം തന്നെ വനംവകുപ്പ് നടത്തുന്നുണ്ട്. RRT സംഘം കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലാണ് പരിശോധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കടുവ കെണിയിൽ വീഴുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്കുള്ളത്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്, മാധ്യമ പ്രവർത്തകർക്കുമുള്ളത്. എന്തായാലും അത് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് കരുതുന്നത്. ശരി സുജിത്ത്, ഏതായാലും ആ ജനങ്ങളുടെ ആശങ്ക എത്രയും വേഗം അകലേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ വനവകുപ്പ് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും കുടുങ്ങിയിട്ടില്ല കടുവ. സുജിത്ത് ഈ 10 വിവരങ്ങൾ നൽകുകയായിരുന്നു.